A rod bent into an angle is placed with its corner at the center of a circle, and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? ഒരു റോഡ് ബെൻഡ് ചെയ്ത് ആംഗിൾ ഫോമിലാക്കിയിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. വച്ചപ്പോൾ സർക്കിളിൻ്റെ 1/10 പോർഷനാണ് ഈ ആംഗിളിനകത്ത് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് ഈ ബെൻഡ് ചെയ്ത ആംഗിളിനെ ഈ രീതിയിലേക്ക് മാറ്റി വയ്ക്കുക. എങ്കിൽ ഇതിനകത്ത് വരുന്ന ആംഗിൾ മെഷർ എത്രയാണ് എന്നാണ് ചോദ്യം. നോക്കൂ, ബെൻഡഡ് റോഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ എങ്ങനെയാണ്? 360 × 1/10 ദാറ്റ് ഈസ് 36 ഡിഗ്രി. അതായത് സെൻറ്ററിൽ വെച്ചപ്പോൾ ബെൻഡ് ചെയ്ത റോഡ്, അത് ആംഗിൾ ഫോമിൽ ബെൻഡ് ചെയ്ത റോഡ് സെൻറ്ററിൽ വെച്ചപ്പോൾ സർക്കിളിൻ്റെ 1/10 പോർഷനാണ് ഈ ആംഗിളിനകത്ത് വന്നിരിക്കുന്നത്. 1/10 പോർഷൻ, അതായത് സർക്കിളെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ആ 360യുടെ 1/10 പോർഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ബെൻഡഡ് റോഡ് അറ്റ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അതായത് സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ ബെൻഡഡ് റോഡ് കൊണ്ടുവച്ചപ്പോൾ എത്ര കിട്ടി? ആംഗിള് 36 ഡിഗ്രി ആംഗിളാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. 36 ഡിഗ്രി ആംഗിൾ. സെയിം ആംഗിൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ ഇത് എത്ര തന്നെയാണ്? 36 ഡിഗ്രി. 2 മടങ്ങായിരിക്കും സെൻറ്ററിലെ ആംഗിൾ. ആംഗിൾ മെയ്ഡ് അറ്റ് ദി ആർക്ക് ഓഫ് ദ സർക്കിൾ ഈസ് 36 ഡിഗ്രി. Angle made at the center of the circle is equal to 36 into that is 72 ഡിഗ്രി. ഇത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 1/10 പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയും എത്രയാണെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിയില്ല അല്ലേ? അതിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. പാർട്ട് ഓഫ് 360 ഡിഗ്രി ഈസ് 72 ഡിഗ്രി. ദാറ്റ് മീൻസ് 360 into x is equal to 72. x is equal to 72 divided by 360. x is equal to 72 divided by 360. 72ൽ 1 times 72. 360ൽ 5 times. That means the 1/5 പാർട്ട്. അതായത് ആംഗിളിൻ്റെ കോർണറിനെ ആർക്കിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ 1/5 പാർട്ടാണ് ആ ആംഗിളിനുള്ളിലേക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ABC ആർ പോയിൻറ്റ്സ് ഓൺ ഇറ്റ്. പ്രൂവ് ദാറ്റ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നോക്കൂ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. ഇവിടെ ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഇതെത്രയാണെന്ന് തെളിയിക്കണം? 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. ആ ഫിഗർ റീഡ്രാ ചെയ്തിട്ടുണ്ട്. നോക്കുക, അതിലെ BA x ഡിഗ്രി എന്നും AOC എന്ന ആംഗിളിനെ 2x ഡിഗ്രി എന്നും ഞാൻ മാർക്ക് ചെയ്തു. അതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ 2 മടങ്ങായിരിക്കും സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ മെഷർ. ട്രയാങ്കിൾ AOC എന്താണ്? ഈസ് ആംഗിൾ OACയും ആംഗിൾ OCAയും ഈക്വൽ ആയിരിക്കണം. ഈസ് ഈക്വൽ ടു ആംഗിൾ OCA. 180 minus 2x ഡിഗ്രി. 2x ഡിവൈഡ് ബൈ 2 ഡിഗ്രിയാണേത്. ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. മൈനസ് 2ഉം 2ഉം വെട്ടിപ്പോവും. എക്സ്. അപ്പോൾ 90 മൈനസ് എക്സ്. 90 മൈനസ് എക്സ് ആണ് ഇത് ആംഗിൾ OACയും
ആംഗിൾ ഒ സി എയും. ഇവിടെ നമുക്ക് എഴുതി വയ്ക്കാം. എങ്ങനെയാണ്? 90 മൈനസ് എക്സ്. ഇവിടെ എന്താണ്? 90 മൈനസ് എക്സ്. രണ്ടും കിട്ടിയല്ലോ. ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Therefore, angle OAC plus angle ABC is equal to 90 minus x plus angle ABC. ആംഗിൾ എ ബി സി നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. ഏതാണ്? ഉണ്ടല്ലേ, രണ്ടും വെട്ടിപ്പോവും. is equal to 90 ഡിഗ്രി. ആംഗിൾ ഒ എസ് സി നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എന്നാണ്. പ്ലസ് ആംഗിൾ എ ബി സി നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് എക്സ് ഡിഗ്രി. അതിൽ മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോകുമ്പോൾ 90 ഡിഗ്രി തന്നെ കിട്ടും. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. നിങ്ങൾ